ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ മധൂത് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് വേണ്ടത് സവാള, ക്യാപ്സിക്കം, ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുക്കറിലൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ 3 മിനിറ്റായ ചിക്കനും നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. പിന്നെ നമ്മൾ ഒരു തക്കാളി പ്യൂരി ആക്കിയിട്ടുമുണ്ട്. പിന്നെ ഇതിന് നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. കുരുമുളക്, പട്ട, ഏലക്ക, പിന്നെ ഒരു ലെമൺ, ജീരകം, ഗ്രാമ്പൂ, പിന്നെ ഒരു മാഗി ക്യൂബ്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുപോലെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയും കൂടെ ഇട്ടെങ്കിൽ നല്ലതായിരിക്കും. മല്ലി ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ അരി ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ പൊടികൾ അറബിക് മസാല, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അറബിക് മസാല ഇല്ലാത്തവർക്ക് നമുക്ക് ഓൾ സ്പൈസസ് എല്ലാം കൂടെ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ അറബിക് മസാല ആവും. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ, ആദ്യം ഞാൻ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണം. സ്പൈസസ് ഒരുവിധം മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യണം. സവാളയ്ക്ക് ഒരുവിധം വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ വിസിൽ മാറ്റിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ വേവാനായിട്ട് നമ്മളൊരാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. നമ്മളിപ്പുറത്തെ ഒരു അടപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറൊഴിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഒരിത്തിരി വെന്ത് ഒരു ഹാഫ് അല്ല, ഒരു കുറച്ച് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു വിസിൽ വരെയാണ് വേവിക്കുന്നത്. ചിക്കനും നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടായിരുന്നു. അതുപോലെ തന്നെ റൈസിനും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇതിനേക്കാണ് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വേവാനും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവാനും ഈ ഒരു തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും.
അങ്ങനെ നമ്മുടെ ചിക്കൻ മധൂത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് വേവൊക്കെ തന്നെയായിരുന്നു. റൈസിന് ഒരിച്ചിരി വെള്ളം കൂടുതലായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിൽ തുറന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ആ വേവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ നേരെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയത്. കാരണം ഗ്രേവിയൊക്കെ ചിലപ്പോൾ അടിയിലുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാനും എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെയാണ് ചെയ്തത്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.